മന്ത്രി വി ശിവൻകുട്ടി നമ്മളോടൊപ്പം ചേരുന്നു തത്സമയം. മിനിസ്റ്റർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിനിസ്റ്റർ, വീണ്ടും ഈ ഭാരതാംബ ചിത്രവിവാദത്തിൽ നമ്മൾ ഇതുപോലെ ഇരിക്കേണ്ടി വരുമെന്ന് കരുതിയതല്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളെടുത്ത നിലപാടുകൾക്ക് ഫലം കണ്ടിട്ടുണ്ട്, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകില്ല, അതായത് പൊതുപരിപാടിയിൽ ഇത്തരം ചിത്രം പ്രദർശിപ്പിക്കില്ല എന്നാണ് രാജ്ഭവനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എടുത്തൊരു നിലപാടിന് ഫലം കണ്ടു എന്നാണ് സൂചന എന്നൊക്കെയാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിറ്റേന്നാളാണ് മിനിസ്റ്റർ താങ്കൾക്ക് ഈ ചടങ്ങിൽ നിന്ന് ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോരേണ്ടി വരുന്നത്. രാജ്ഭവൻ ഈ കാര്യത്തിൽ ഒരു തിരുത്തലിന് തയ്യാറല്ല എന്നാണോ സർക്കാർ മനസ്സിലാക്കുന്നത്? രാജ്ഭവൻ ഒരു തിരുത്തലിന് തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നുണ്ടായ സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അതിൻ്റെ രാജ്യ പുരസ്കാർ അവാർഡ്, കുട്ടികൾക്ക് കൊടുക്കുന്ന അവാർഡിൻ്റെ ചടങ്ങായിരുന്നു. ഈ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സിൻ്റെ രക്ഷാധികാരി ഗവർണറും അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. പിന്നെ അതിനൊരു ജനറൽ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഈ രാജ്യ പുരസ്കാർ അവാർഡ് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് സാറിന് രാജ്ഭവനിൽ നിന്നും അങ്ങനെയൊന്നും ആരും വിളിച്ച് ചോദിക്കാറില്ല. കാരണം രാജ്ഭവനിലെ ഗവർണർ ഇതിൻ്റെ ഒരു രക്ഷാധികാരി മാത്രമാണ്. ദൈനംദിന ഭരണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് എൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ ചേർന്നാണ്. രാജ്ഭവനിൽ നിന്ന് എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അത് കൊടുക്കണ്ടേ, ഈ രാജ്യ പുരസ്കാർ അവാർഡ് കൊടുക്കണ്ടേ, ഗവർണർ സർട്ടിഫിക്കറ്റ് ഒപ്പിടണ്ടേ എന്നെല്ലാം ചോദിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം വന്നു. എന്നോട് വന്ന് അവരെല്ലാം ചോദിച്ചിരുന്നു. ഞാൻ പറയാം, അത് ഗവർണറല്ലേ, ഗവർണറെ കിട്ടുമെങ്കിൽ നല്ല കാര്യമാണ്, ഗവർണറെ കൊണ്ട് തന്നെ കുട്ടികളെ കൊടുപ്പിക്കാം എന്നുള്ള നിലയിൽ പറഞ്ഞ് നമുക്ക് ആ നിലയിൽ കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ഒരു പ്രോഗ്രാം നോട്ടീസ് പ്രിന്റ് ചെയ്ത് തന്നിരുന്നു. ആ പ്രോഗ്രാം നോട്ടീസിൽ ഈ ഭാരതാംബ, ഈ RSSൻ്റെ കൊടി പിടിച്ച ഭാരതാംബ ശ്രീയുടെ പടം ചില്ലിട്ട് ഒരു ഇതുണ്ടാവുമെന്നുള്ള നിലയിൽ അതൊന്നും അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ലൈറ്റ്നിങ് ദി ലാമ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഞാനിന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അധ്യക്ഷനായിപ്പോയി രാവിലെ 10:30 മണിക്ക്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് താമസിക്കുമെന്നുള്ള രാജ്ഭവനിൽ വിളിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും അവർ എന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ അവിടെ ചെന്ന് സ്റ്റേജിലെത്തിക്ക് കയറുന്നപ്പോൾ കണ്ട കാഴ്ച വെച്ചാൽ ഗവർണർ ഈ ഭാരതാംബ എന്ന് പറയുന്ന ആ പടത്തിൻ്റെ മുന്നിൽ അവർ തൊഴുതുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വനിത പിന്നെ RSSൻ്റെ കൊടിയും പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം, അതിൻ്റെ മുന്നിലൊരു വിളക്ക്, ആ വിളക്കെല്ലാം കൊളുത്തിയിട്ട് പിന്നെ ഭക്തിയോടുകൂടി നിൽക്കുന്ന രംഗമാണ് കണ്ടത്. ഞാൻ അവിടെ കസേരയിലിരുന്നു. അതിനുശേഷം സ്വാഗതപ്രസംഗം കഴിഞ്ഞു. സ്വാഗതപ്രസംഗം കഴിഞ്ഞ ശേഷം എന്നെ അധ്യക്ഷനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ആ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് 2-3 വാക്ക്, എൻ്റെ പ്രസംഗം ആകെ 3 മിനിറ്റ് നീണ്ടു എന്നുള്ളത്. അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ 2-3 വാക്ക് പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഗവർണർ ഇത് പിന്നെ ബഹുമാനപ്പെട്ട ഗവർണർ ചെയ്ത കാര്യം ശരിയല്ല. അങ്ങവിടെ മഹാത്മാഗാന്ധിയുടെയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിരുന്നെങ്കിൽ കൊള്ളാം, അത് നമുക്ക് വിരോധമില്ലായിരുന്നു. പക്ഷേ ഇതൊരു ഔദ്യോഗിക ചടങ്ങെന്നുള്ള നിലയിൽ നിങ്ങൾ ഈ RSSൻ്റെ പിന്നെ ദൈവമെന്ന് കരുതപ്പെടുന്ന ഒരു പടം കൊണ്ട് വെച്ചതിൽ അത് ഒട്ടും ശരിയായില്ല. എന്ന് മാത്രമല്ല, RSSൻ്റെ ഒരു പ്രവർത്തന താവളമാക്കി ഈ രാജ്ഭവനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അതിന് ഉതകുന്ന രൂപത്തിലുള്ള സ്റ്റാഫിനെയും നിങ്ങളിപ്പോൾ വച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ നടപടി ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ എനിക്ക് ഒരു കാര്യവും കൂടി കുട്ടികളോട് പറഞ്ഞിട്ട് പോകാറുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിൽ അല്ല എന്നുള്ള കാര്യം നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ കുട്ടികൾക്കറിയില്ല ഈ പിന്നെ കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ വനിത മഹതി ആരാണെന്നുള്ളവരും കുട്ടികൾക്ക് അറിയില്ല. കുട്ടികളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ നിലയിലുള്ള പ്രോട്ടോക്കോളും ഗവർണർ ലംഘിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ 161 പറയുന്നത് എന്താണ്? സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അല്ല ഗവർണർക്ക് ഇഷ്ടം പോലെ അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല. അത് മാത്രമല്ല, ഈ മതേതരത്വത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ 51A ഈ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്തെ സുപ്രീം കോടതി വിധി, ഹൈക്കോടതികളുടെ വിധി, ഇതിലെല്ലാം ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിവിട്ട പ്രവർത്തനങ്ങളെ, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ശാസിച്ചിട്ടുണ്ട് കോടതികൾ. അപ്പോൾ അതുകൊണ്ട്
ബഹുമാനപ്പെട്ട പിന്നെ ഗവർണർ അങ്ങ് ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണം. അതല്ലാതെ അങ്ങ് RSSന്റെ രാഷ്ട്രീയം അങ്ങയുടെ രാജ്ഭവനിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മിനിസ്റ്റർ, നമുക്കറിയാം ഇപ്പോൾ ഈ പുതിയ ഗവർണർ വന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം ആള് ഒരു മാന്യനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ പുകഴ്ത്തുന്നതും നമ്മൾ കണ്ടു. പക്ഷെ അതിനുശേഷമാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഭാരതാംബ ചിത്ര വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഒരു അല്പം കൂടി കടത്തി പറഞ്ഞു. അതായത് കഴിഞ്ഞ ഗവർണറെ അപേക്ഷിച്ച് അർലേക്കറിന്റെ രാഷ്ട്രീയം കുറച്ചുകൂടി വ്യക്തമായി വരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി അവിടെ വന്ന് പ്രസംഗിച്ചു. അപ്പോൾ അതിനെതിരെ പ്രതിപക്ഷമൊക്കെ വളരെ ശക്തമായി രംഗത്ത് വന്നു. എന്നിട്ട് ആ കാര്യത്തിൽ സർക്കാർ കാര്യമായി ഒന്നും പ്രതികരിച്ചില്ല എന്ന വിമർശനവും ഉന്നയിച്ചു. ഇന്നിപ്പോൾ ഒരു സ്വന്തം അനുഭവത്തിൽ ശ്രീ വി ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വെറുതെ ഇറങ്ങിപ്പോരുകയല്ല, അവിടുത്തെ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് എന്തുകൊണ്ടാണ് താൻ ഇറങ്ങിപ്പോരുന്നത് എന്ന് വ്യക്തമാക്കിയിട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അല്ല അർലേക്കർ എന്നാണോ താങ്കൾ പറയുന്നത്? നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരം അനുസരിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഒരാളിനെ വിലയിരുത്തേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഗവർണർ പദവിയിലെത്തിക്ക് വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടോ അല്ലെങ്കിൽ പൂർവ്വകാല ചരിത്രം വെച്ചിട്ടോ അദ്ദേഹം ഗവർണറായിരുന്ന സ്ഥലത്തെ ആൾക്കാരുടെ ഉപദേശം വെച്ചോ വിലയിരുത്തേണ്ട കാര്യമില്ല. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം. അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം തന്നെയാണ് അദ്ദേഹത്തിനോട് പെരുമാറിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നന്നായി തന്നെ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും പരിഗണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ നിമിഷം വരെ. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ തനി ഒരു RSകാരനാണ് എന്നുള്ള നിലയിൽ നിന്ന് കഴിഞ്ഞാൽ RSകാരനാണെങ്കിൽ RSകാരനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഗവർണറായാൽ മാത്രമേ ഗവർണറാകാൻ എന്തൊക്കെ മാർഗം വേണം എന്ന് സംബന്ധിച്ചിടത്തോളം ഭരണഘടനയെ പറയുന്നുണ്ട്. ആ നിലയിൽ ഗവർണറായാലേ അദ്ദേഹത്തിന് ഗവർണറായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ RSSന്റെ നേതാവായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു RSS നേതാവിനെ പോലെയാണോ ഗവർണർ പെരുമാറുന്നത്? അതാണല്ലോ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഈ പ്രശ്നം വന്നു, നാട്ടിലുള്ള എല്ലാവരും അപാലവൃത്തം ജനങ്ങളും ഈ കാണിക്കുന്ന തെറ്റാണെന്നുള്ള നിലയിലൊരു അഭിപ്രായം വന്നു. RSSൽ തന്നെയുള്ള സീനിയർ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായം വന്നു. എന്നാലും താൻ ഈ ഭാരതാംബ എന്ന് പറയുന്നത് അതൊന്നും ഒരു പാർലമെൻറ്റ് പാസ്സാക്കുകയോ അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആധികാരികമായ സമിതി തീരുമാനിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യമൊന്നുമല്ലല്ലോ. ഇത് RSSകാർ തങ്ങൾ തീരുമാനിച്ച് കൊണ്ട് നടക്കുന്ന ഒരു RSന്റെ ഒരു ചിഹ്നം. അത് താൻ അവിടെ ഇപ്പോഴും പറയല്ലേ, അവിടെ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല. അതില്ല, രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ ചടങ്ങിനും അത് ഞാൻ വയ്ക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ചടങ്ങ് രാജ്ഭവനിലുണ്ടാവില്ല.